Welcome to Career Talk with Avodha Riswana. താങ്ക് യു മാം. ഓക്കെ റിസ്വാന, സുഖമായിട്ടിരിക്കുന്നോ? അതെ, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, സ്ഥലം എവിടെയാണ് റിസ്വാനയുടെ? കാസർഗോഡാണ്. കാസർഗോഡ്. ഓക്കെ. അവോധയിൽ ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിരുന്നു ചെയ്തിരുന്നത്. ഇപ്പൊ HR സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സുകളൊക്കെ? കോഴ്സൊക്കെ നല്ലതായിരുന്നു. അതാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് ഞാൻ HR സ്പെഷ്യലിസ്റ്റ് അതില് എടുത്തത്. ക്ലാസ്സും ഒക്കെ നന്നായിരുന്നു. ഓക്കെ ഓക്കെ. ഇന്റേൺഷിപ്പ് ചെയ്തില്ല? ഇപ്പം ഇന്റേൺഷിപ്പിന്റെ ഇന്റർവ്യൂ പാസ്സായിട്ടുണ്ട്. ജോയിനിങ് ഡേറ്റ് അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കമ്പനിയാണ്? IAD, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് ഡെർമറ്റോളജി. ഓക്കെ 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 റിസ്വാന. എങ്ങനെയാണ് അവോധയെ കുറിച്ച് അറിഞ്ഞത്? അവോധയ ഞാൻ കുറെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടായിരുന്നു. അങ്ങനെയാണ് അവോധയ എത്തുന്നുള്ളത്. ഓക്കെ റിസ്വാന. ജാപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ജാപ്പ് അറ്റൻഡ് ചെയ്തായിരുന്നു. ഫസ്റ്റ് ഇയറിന് ക്വാളിഫൈഡ് ആയിരുന്നു. അങ്ങനെയാണ് ഇന്റേൺഷിപ്പിന് കിട്ടിയത് അല്ലേ? അതെ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് ജാപ്പിന്റെ? ജാപ്പ് ഫസ്റ്റ് എടുക്കുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഈസി ആയിരുന്നു. നമ്മള് ആ ഒരു അക്കാദമിക്സ് തരുവാണെങ്കിൽ നമുക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ ഇതായി പാസ്സായി പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ റിസ്വാന. അതുപോലെ മോക്ക് ഇന്റർവ്യൂ സെക്ഷനിലൊക്കെ കയറിയായിരുന്നോ? കയറിയായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആക്ച്വലി എന്റെ 2 ജാപ്പ് കഴിഞ്ഞ പിന്നെയാണ് മോക്ക് ഇന്റർവ്യൂ ഡേറ്റ് ഓക്കെ ആയിട്ടുണ്ടായത്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ട്രെയിനിങ് ഒക്കെ കിട്ടിയില്ലേ അപ്പൊ? കിട്ടിയായിരുന്നു. ഇന്റർവ്യൂ ട്രെയിനിങ് ഒക്കെ കിട്ടിയായിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജാബ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്റേൺഷിപ്പിന് ഒക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം ഡയറക്റ്റ് ജോബിനാണെങ്കിൽ നിങ്ങൾക്ക് 5 years വരെ ജാബിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ ഡിഫറെന്റ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്ലൈ ചെയ്ത എവിടെയാണെങ്കിലും നമുക്ക് കിട്ടും. ഓക്കെ റിസ്വാന. ഓക്കെ ഓക്കെ റിസ്വാന. അതുപോലെ തന്നെ നമ്മുടെ അവോധയുടെ എല്ലാ കോഴ്സുകളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അത് കേട്ടപ്പോ എന്താണ് തോന്നിയത്? ഇത് ശരിയാണോ എന്നൊരു തോന്നലുണ്ടായിരുന്നോ? ആക്ച്വലി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ചെറിയൊരു ഫീസിൽ ഇത്രയും സ്കോപ്പുള്ള ഒരു കോഴ്സ് പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മള്. അപ്പം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ HR ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ആ കോഴ്സ്? എങ്ങനെയുണ്ട് അറ്റൻഡ് ചെയ്തിട്ട്? ആക്ച്വലി ഞാൻ കൊമേഴ്സ് ബേസ് ആണ്, അതുകൊണ്ട് എനിക്ക് ക്ലാസ് ഒക്കെ ഈസിയാണ്. ഞാൻ ഇന്നേ വരെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനിലൊന്നും കയറേണ്ടി വന്നിട്ടില്ല. അത്രയും നല്ല ക്ലാസ് ആണ്. എനിക്ക് ഒരു ഡൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വന്നിട്ടില്ല. ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനിൽ കയറേണ്ടി വന്നിട്ടേ ഇല്ല. ഓക്കെ ഓക്കെ. ഇല്ല ഇല്ല. ഓക്കെ. അപ്പൊ ഇതിനു മുമ്പ് എന്ത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത്? ഞാൻ PG ആയിരുന്നു. MCOM കഴിഞ്ഞതാണ്. MCOM. ഓക്കെ 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 റിസ്വാന. അതുപോലെ തന്നെ റിസ്വാനയ്ക്ക് അറിയാലോ, നമ്മൾ അവോധ ഒരു 40-ൽ പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ടാണ്. അപ്പോ പല റിവ്യൂസ് കണ്ട് ഒരുപാട് കുട്ടികൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരോടാണെങ്കിലും ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടാണെങ്കിലും എന്താണ് റിസ്വാനയ്ക്ക് നമ്മുടെ അവോധയെ കുറിച്ച് പറയാനുള്ളത്? അവോധയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഏതൊരാൾക്കും ഈ ഒരു ഫീസിൽ ഇത്രയും നല്ലൊരു കോഴ്സ് കാണുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ എന്താ പറയാ, നമുക്ക് അത്രയും അഫോർഡബിൾ ആയിട്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കെല്ലാം എത്രയും അഫോർഡായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഒരു 5 years ആയിട്ട് ജോബ് സെർച്ച് ചെയ്യായിരുന്നു. പക്ഷെ എങ്ങനെ ജോബ് സെറ്റ് ആവാത്ത ടൈമിലാണ് ഞാൻ അവോധയിലോട്ട് വരുന്നത്. പക്ഷെ കോഴ്സ് കഴിഞ്ഞ് ഇത്രയും പെട്ടെന്ന് ട്രെയിനിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. ഇപ്പം ഇനി ജോബും എത്രയും പെട്ടെന്ന് ട്രെയിനിങ് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഫസ്റ്റ് ടെൻഷനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ റിസ്വാന. ഓക്കെ. ഇപ്പൊ MCOM കഴിഞ്ഞു എന്ന് പറഞ്ഞു. MCOMന് ശേഷം ഇങ്ങനെ 2 കോഴ്സുകൾ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ആക്ച്വലി ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോഴേ ഒരു ജോബ് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് MCOM കഴിഞ്ഞിട്ടും ഇപ്പം അറിയാലോ, ഇത് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് ജാസ്തിയാണല്ലോ ഇപ്പം. അപ്പം എങ്ങനെ ജോബ് കിട്ടാത്ത ടൈമിലാണ് ഞാൻ ഈ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് അത്യാവശ്യം നല്ല സ്കോപ്പ് ഉള്ളതുകൊണ്ട് ഇതിലേക്ക് വന്നതാണ്. അപ്പൊ ഞാൻ കരുതി ഇനി ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഒപ്പം തന്നെ HR സ്പെഷ്യലിസ്റ്റ് കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിന്റെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബ് കിട്ടും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ അതും കൂടി എടുത്തത്. ഇപ്പം HR കൂടി. ഓക്കെ, ഗുഡ് ഡിസിഷൻ. ഓക്കെ റിസ്വാന, എന്തായാലും റിസ്വാനയുടെ വളരെ വിലപ്പെട്ട സമയം അവോധയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. ഓൾസോ നിങ്ങളോട് താങ്ക്സ്, ഇത്രയും നല്ല ഒരു കോഴ്സ് ഞങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതിന്. ഓക്കെ റിസ്വാന.